നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചയാളാണ്. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പ്രവാചകനും തത്വചിന്തകനും ഫാർമസിസ്റ്റുമായിരുന്നു നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. മൈക്കൽ ഡി നോസ്ട്രഡാമസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പ്രവചനങ്ങൾ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിൽ. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനവും നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 450 മുതൽ 500 വർഷങ്ങൾ പഴക്കമുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ. ഇപ്പോഴും അതിൽ പലതും ഓരോ കാലഘട്ടങ്ങളിലായി ശരിയായി വരുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഇതേ കാലയളവിലാണ് കൃത്യമായി തന്നെ നോസ്ട്രഡാമസ് പ്രവചിച്ചത്. യുദ്ധം നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപുള്ള ഈ പ്രവചനം ഏറെ പ്രശസ്തവുമാണ്. കാലങ്ങളായവ ഏത് യുദ്ധം നടക്കുമ്പോഴും ചർച്ചയാകാറുണ്ട്. വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യത്തെക്കുറിച്ച് നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ട്. ലോകത്തെ പല ശക്തികളും കൊമ്പ് കോർത്തിരിക്കുന്നതിനാൽ അതിനുള്ള സാധ്യതയും മുൻപിലുണ്ട്. ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടുകയും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവുമെല്ലാം ലോകത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ്. സംഘർഷ സാധ്യത കൂടുതലാവാനും ഇടയുണ്ടെന്ന് ആർക്കും തോന്നാം. അതേസമയം 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നോസ്ട്രഡാമസ് എന്താണ് പറഞ്ഞത് നോക്കാം. അത് കുറച്ച് ഭയപ്പെടുത്തുന്നതാണ്. നോസ്ട്രഡാമസിൻഡെലെസ് പ്രൊഫൈറ്റിസ് എന്ന പുസ്തകത്തിലാണിത്. ഈ പ്രവചനങ്ങളെല്ലാം കൃത്യമായി എഴുതിയിരിക്കുന്നത്. 1503-ലാണ് നോസ്ട്രഡാമസ് ജനിച്ചത്. ഈ പ്രവചനങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പ്രസിദ്ധീകരിച്ചത്. നോസ്ട്രഡാമസ് നടത്തിയ പ്രവചനങ്ങളെല്ലാം കോഡ് രൂപത്തിലായിരുന്നു. ഇതിൽ നിന്നാണ് പ്രവചനങ്ങൾ മനസ്സിലാക്കി പ്രസിദ്ധീകരിച്ചത്. നോസ്ട്രഡാമസ് 3-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. തുറന്ന യുദ്ധവും അതുപോലെ നാവികമായ ആക്രമണങ്ങളും 3-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നു. US നാവികസേന ചൈനയ്ക്ക് ഉപരോധം സമുദ്രമാർഗത്തിൽ കൊണ്ടുവന്നേക്കാം. അതിലൂടെ ഇരു ശക്തികളും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. ഇത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. കാരണം US-ഉം ചൈനയും നിരന്തരം വാക്കേറ്റത്തിലാണ്. തായ്വാനിലെ പ്രശ്നങ്ങൾ US ആണ് വലുതാക്കുന്നതെന്ന് ചൈന ആരോപിക്കുന്നു. US-ലെ ചില പാർലമെന്റ് അംഗങ്ങൾ ചൈനയെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തായ്പേയെ തൊട്ടുകളിച്ചാൽ ചൈനയെ പാഠ പഠിപ്പിക്കുമെന്നാണ് US-ന്റെ മുന്നറിയിപ്പ്. നേരത്തെ 3-ാം ലോക മഹായുദ്ധം എപ്പോൾ തുടങ്ങുമെന്നും ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാർ പ്രവചിച്ചിരുന്നു. ഇന്ത്യൻ നോസ്ട്രഡാമസ് എന്നാണ് ഇയാളുടെ വിളിപ്പേര്. കുശാലിന്റെ പ്രവചനങ്ങൾ നേരത്തെ വൈറലായിരുന്നു. ജൂൺ 18-ന് 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നാണ് കുശാലിന്റെ മുന്നറിയിപ്പ്. ഗ്രഹനില പരിശോധിച്ചാണ് ഇക്കാര്യം അദ്ദേഹം പ്രവചിച്ചത്. ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലായിരിക്കും സംഘർഷം. ചൈന, തായ്വാൻ, മിഡിൽ ഈസ്റ്റ്, ഇസ്രായേൽ എന്നിവരെല്ലാം യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നും ഇയാൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു.